നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. രണ്ട് കുരുന്ന് പ്രതിഭകളായ യുമ്നയും മീനാക്ഷിയുമായിരുന്നു കഴിഞ്ഞ ദിവസം JB ജംഗ്ഷനിലെ അതിഥികൾ. ഇരുവരുമായിട്ടുള്ള സംഭാഷണം വർത്തമാനം ഈ എപ്പിസോഡിലും തുടരുകയാണ്. യുമ്ന ഇപ്പോൾ കുറേ കാലമായിട്ട് കേരളത്തിലേക്ക് വരാറില്ല. ഇപ്പം എവിടേക്കാണ് നമുക്ക് നോക്കാൻ വേണ്ടി നോക്കണോ? വരട്ടെ. ഇത് ഞാൻ തന്നെയാണോ? ഈ ഞാൻ എവിടെയായിരുന്നു? ഞാൻ മുംബൈയിലായിരുന്നു. മുംബൈയിൽ അവിടെയാണ് സെറ്റ്. അപ്പൊ അവിടെയാണ് ഷൂട്ട് ഇപ്പൊ നടക്കുന്നത്. ഓക്കെ, ഞാൻ ഒന്നും കൂടി കാണിക്കും, ആൾക്കാരെ ഞെട്ടിക്കട്ടെ. ആരുടെയൊക്കെ കൂടെയാണ്? ചെറിയ കാര്യമല്ല യുമ്ന. കേരളത്തിലെ ഒരു ചെറിയ സ്റ്റുഡിയോയിൽ നിന്ന് യുമ്ന ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നു? യുമ്നയുടെ ആ വിജയത്തിന്റെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക, ആൾക്കാർ കേൾക്കട്ടെ. എവിടേക്ക് എത്തിപ്പെട്ടു, എങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി? വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണോ? വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. ഇതില് 100% പാപ്പാക്കാണ് ഇപ്പാണ് എന്നെ ഇത്രയും സപ്പോർട്ട്. ഇതിന്റെ 100% ക്രെഡിറ്റും ഉപ്പയ്ക്കാണെന്ന്. അതല്ലേ ഉപ്പയോട്, അല്ലെങ്കിൽ ഉപ്പയോട് ഉപേക്ഷിച്ചിട്ട് വല്ല തിരിച്ചുകൊണ്ട് പോകില്ല. അതാണ്. അല്ല, കാരണം പാട്ട് പഠിക്കാനും ഞാനിവിടെ വരെ എത്തിയത് തന്നെ എൻ്റെ ഉപ്പൻ്റെ കാരണമാണ്. ഉപ്പൻ്റെ ഉപ്പല്ലേ ഞാന് പൂജയാണ്. ഓ, ഇതൊക്കെ ഉപ്പ പറഞ്ഞു തന്നത്? അല്ല, പിന്നെ എങ്ങനെയത്? ഉപ്പയില്ലെങ്കിൽ യുമ്ന പൂജ്യമാണെന്നാ പറയണേ. പക്ഷെ ഈ ഉപ്പയുടെ സഹായം ഇല്ലാതെ ഈ ഉമ്മയാണ് യഥാർത്ഥത്തില് ഈ യുമ്നേനെ യഥാർത്ഥത്തിൽ പട്ടർമാല ഇതിലേക്ക് കൊണ്ടുവരികയും പാടിപ്പിക്കുകയും ചെയ്തിരുന്നത്, അല്ലേ? അല്ല, ഉമ്മക്ക് പാട്ട് പോലും അറിയില്ല. ഉമ്മ പാട്ടിന്റെ ശത്രുവാണോ? അല്ല, ഉമ്മ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ പാട്ട് ഉപ്പയ്ക്കാണ് അറിയാന്ന് വെച്ചാൽ ഉപ്പ പാടും. ഉപ്പ പാടുവോ? ഏത് നല്ല പോലെ പാടുവോ? നല്ല പോലെ പാടും. കൊടുക്ക് മൈക്ക്, കൊടുക്കവേ മൈക്ക്. പറഞ്ഞ ഇങ്ങനെയൊക്കെയാണ് പിള്ളേര് പണി കൊടുക്കുന്നത്. ഓക്കെ. മുഹമ്മദ് റസൂലുള്ളാഹ് കാലോലം കാലോലം കുഞ്ഞേ കാലോലം കേട്ട് നീ ഉറങ്ങുന്ന മോനേ പാട്ടാണ് ഈ യുമ്നയിലേക്ക് വന്നിരിക്കുന്നത്. ആ പാട്ട് യുമ്നയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഉമ്മച്ചി പല മടങ്ങും ശ്രമിച്ചു നോക്കി, പക്ഷെ വന്നുപോയി. ഉമ്മച്ചി ഒന്നും ശ്രമിച്ചു നോക്കിയിട്ടില്ല. അത് ഈ പെണ്ണ് പാട്ടും പാടി നടന്നാ മതിയോ, പഠിക്കണ്ടേ എന്നൊക്കെ ഉമ്മച്ചി ചോദിച്ചോ? ഇല്ല, ഉമ്മക്ക് പഠിപ്പില് ഒരു ടെൻഷനും ഇല്ല. ഉമ്മക്ക് പഠിപ്പിൽ ഒരു ടെൻഷനും ഇല്ല. ഈ കുട്ടി പരീക്ഷയ്ക്ക് പാസ്സാവുമോ, ഇങ്ങനെ പോയാൽ എന്താണ് സ്ഥിതി എന്നൊന്നും ഉമ്മച്ചി പറയാറില്ല. ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റാ. ക്ലാസ്സിൽ ഫസ്റ്റ്? ക്ലാസ്സിൽ പോകാറില്ല. ഇങ്ങനെ ഫസ്റ്റ് അല്ല, ഉമ്മ പഠിപ്പിച്ചു. ഉമ്മ പഠിപ്പിച്ചു തരും. ഉമ്മ B.Ed കഴിഞ്ഞതാണ്. ആണോ? ഉമ്മ B.Ed കഴിഞ്ഞാണ്. ഉമ്മ ജോലിക്ക് പോകുന്നുണ്ടോ? ജോലിക്ക് പോകുന്നില്ല. ജോലി അതെന്താ ഉമ്മനെ വാപ്പ ജോലിക്ക് വിടായിരുന്നു? ഉപ്പക്ക് സമയത്ത് ഇഷ്ടമില്ലായിരുന്നു ജോലിക്ക്. ഉപ്പക്ക് ഉമ്മ ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ല. അതാണ് കണ്ട ചില കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു വരുന്നുണ്ട്. AR റഹ്മാനെ പോലുള്ള മഹാപ്രതിഭ, ലോകം തിരിച്ചറിയുന്നൊരു പ്രതിഭേനെ ഞെട്ടിച്ചു കളഞ്ഞു ജയ്ഹോ പാടിക്കൊണ്ട്. മീനാക്ഷി, നമുക്കൊന്ന് പാടിക്കാലോ ഇവളെ? ആ ഫീൽഡിൽ ഒന്ന് പഠിച്ചു നോക്കട്ടെ. ഇത് ഞാൻ ഫാദർ സ്പെഷ്യൽ എപ്പിസോഡിൽ പാടിയതാണ്. അപ്പോൾ ആ എപ്പിസോഡിൽ ഉപ്പ കുറച്ച് ഇമോഷണലൊക്കെ ആയിട്ടുണ്ട് ഈ പാട്ട് കേട്ടിട്ട്. നമുക്കൊന്നുകൂടി ഇമോഷണൽ ആയിക്കളെ. ഞാൻ ഇപ്പൊ കണ്ടിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത പാടണം. ഉപ്പയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പാട്ടാണ്.
को अपना समझे बागबान, बागों के हर फूल को अपना समझे बागबान, हर घड़ी करे रखवाली, पत्ती पत्ती डाली डाली सींचे बागबान, बागों के हर फूल को अपना समझे बागबान, बागों के फूल को अपना समझे बागबान, हर घड़ी करे रखवाली, पत्ती पत्ती डाली डाली सींचे बागबान, बागबान रब है बागबान, बागबान रब है बागबान, बागबान रब है बागबान, बागबान रब है बागबान। सजाए बिखरे अपने सपने बागबान, हर घड़ी करे रखवाली, पत्ती पत्ती डाली डाली सींचे बागबान, बागबान रब है എന്നെ കരയായിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നു കേട്ടാ. കരഞ്ഞ് പോയി കഴിഞ്ഞാൽ स्केल कम हो गया ना, इसलिए फील नहीं हुआ। ഹിന്ദിയിലാ പറഞ്ഞേ. സ്കെയില് കുറച്ചായതുകൊണ്ട് ആ ഫീല് വന്നില്ല. ആ ഓക്കെ. മഴന്റെ കാലത്തുണ്ട് മൂക്ക് മുഴുവൻ അടഞ്ഞിരിക്കുക. ഓ അത് ശരി. അവിടെ മഴ കൊണ്ടോ നീ പോയിട്ട്? മഴ കൊണ്ടതല്ല, മഴ ഭയങ്കര കൊടുങ്കാറ്റ് മഴയോ. കൊടുങ്കാറ്റ് മഴയോ? എവിടെ? ഭയങ്കര ഫാസ്റ്റ് മഴയായിരുന്നു. ഇപ്പൊ എന്താ സംഭവം എന്നറിയാം, ഇപ്പൊ യുന്നയും ഉപ്പയും ഹിന്ദി മാത്രമേ പറഞ്ഞു. സ്കെയിൽ കം ഹോ ഗയാന്നാ പറഞ്ഞത്. അതെ ഞാൻ പറഞ്ഞേ, മലയാളം പറഞ്ഞു പറഞ്ഞ് ഹിന്ദി. മലയാളം അഭി തോടാ തോടാ ആത്തെ അല്ലേ? കുച്ചു കുച്ചാത്തെ. മലയാളം പറയുന്ന ഇടക്ക് ഹിന്ദി അപ്പൊ രണ്ടും കൂടി മലയാളം ഹിന്ദിയും കൂടി മിക്സ് ആക്കി ഒരു ഭാഷയായി വരും. ഇനിയിപ്പോ നിങ്ങൾ വർത്താനം പറയണമെന്ന് ഉമ്മച്ചിക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലല്ലോ. ഉമ്മച്ചിന്റെ മുന്നിലൊക്കെ ശരിക്കും വരും. ശരിക്കും ഉമ്മച്ചി ശരിക്കും വരും. ശരിക്കും വരുമോ? ഉമ്മച്ചി നന്നായിട്ട് ഹിന്ദി സംസാരിക്കുമോ? ആ ഉമ്മച്ചിക്ക് ഹിന്ദി മനസ്സിലാവും. ഫാമിലിക്ക് കുടുംബം മൊത്തം ഇപ്പൊ ഹിന്ദിയായി. വരട്ടെ. മിനു ആനമയിലൊട്ടകം ചെയ്യുമ്പോൾ ഒത്തിരി കളികൾ നമ്മൾ കളിച്ചിരുന്നു. ആ സിനിമയുടെ ഭാഗമായിട്ട് തന്നെ കുറേ കളികൾ നമ്മൾ കളിച്ചിരുന്നു ആനമയിലൊട്ടകം ചെയ്യുമ്പോൾ. മിനുവിന് താരമായതിനു ശേഷം, അതിനുശേഷം ഒത്തിരി സിനിമകളിലൂടെ മലയാള സിനിമയിലെ ഒരു അറിയപ്പെടുന്ന ഒരു താരമായി മാറി. താരമായതിനു ശേഷം മീനുവിന് കളികൾ മിസ് ചെയ്യാറുണ്ടോ? ഒത്തിരി കളികളിങ്ങനെ നാട്ടിൽ, മീനു ഒരു ഗ്രാമത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ചില കളികൾ പോകാൻ നേരത്ത് അയ്യോ ഞാൻ താരമായാണ് പോകണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോൾ പോകാൻ നേരത്തെ ആരെങ്കിലും വിലക്കിയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ അച്ഛനും അമ്മയൊക്കെ? ആനമയിലൊട്ടകം എന്ന് പറഞ്ഞ മൂവിയില് അതും ഞാൻ ചെറുതിലേ ചെയ്തതാ മൂവിയാ. അതിൽ ജയകൃഷ്ണനങ്ങളും അനിൽസേനങ്ങളും. ജയകൃഷ്ണനങ്ങള് ചോദിച്ചു പോലെ എനിക്ക് കളി അങ്ങനെ ആനമയിലോട്ടത്തിന്റെ സെറ്റിൽ വെച്ച് കുറേ കളി കളിച്ചിരുന്നു. അതിങ്ങനെ ഒരു പായലുണ്ടാവുന്ന ഒരു സംഭവമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അങ്കിളിനറിയോ ഇങ്ങനെ തലയിൽ ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ പൊട്ടിപ്പോകുന്നവർ ഔട്ടാവും. അങ്ങനത്തെ കുറേ കളി കളിച്ചു. പഴയ കളികളൊക്കെ അപ്പോഴാണ് മനസ്സിലാവുന്നത്. കുറേ കളി കളിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ചോദിച്ച പോലെ കളികൾ മിസ് ചെയ്യാറുണ്ടോന്ന് ചോദിച്ചാൽ കളികളൊന്നും മിസ് ചെയ്യാറില്ല.
അതിപ്പോ വീട്ടിൽ ഇരിക്കുന്ന സമയത്തും കളിക്കാറുണ്ട്, വീട്ടിലിരിക്കുന്ന സമയത്ത് മൊത്തവും കളിയാണ്, പിന്നെ സെറ്റിൽ പോകുമ്പോഴും കളിക്കാറുണ്ട്. അപ്പോൾ കളി അങ്ങനെയൊന്നും മിസ്സാവാറില്ല. ആകെ ഇപ്പൊ മിസ്സാകാറുള്ള പഠിത്തം മാത്രമാണ്. പഠിത്തവും മിസ്സാവാറില്ല. വീട്ടിൽ പിടിച്ചിരുത്തിട്ട് അമ്മ പഠിപ്പിക്കുക. ആ സമയമൊക്കെ ഉണ്ടോ? ആ സമയം ഇല്ല, എന്നാലും ഉണ്ട്. ആരാണ് ഏറ്റവും കൂടുതൽ കർശനം? വീട്ടിൽ അച്ഛനാണോ അമ്മയാണോ? രണ്ടുപേരും. അങ്ങനെ കുസൃതിയൊക്കെ കാണിക്കുമ്പോ എന്താ വഴക്കൊക്കെ പറയും, പക്ഷെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞിട്ട് നിർത്തില്ലെങ്കിൽ കൊറേ കഴിഞ്ഞ് അടിത്തരും. അപ്പൊ കറക്റ്റ് ആവും. അപ്പൊ കറക്റ്റ് ആവും. അതുകൊണ്ട് ഇപ്പൊ കുറച്ചൊക്കെ കാണിച്ചിട്ട് പിന്നെ ഒരു 5 മിനിറ്റിന് കാണിച്ച വലിയ കുഴപ്പമില്ല. അവൾക്ക് അറിയാം എവിടെ നിർത്തണം. വരട്ടെ. യുംന എന്ന വിദ്യാർത്ഥിനിയിലൂടെയാണ് ഞങ്ങളുടെ ഈ വിദ്യാലയം ഇന്ന് അറിയപ്പെടുന്നത്. യുംന ഇല്ലാത്ത പ്രവേശനോത്സവവും ഈ അക്കാദമിക് വർഷത്തിൻ്റെ തുടക്കവുമൊക്കെ ഞങ്ങൾക്ക് വളരെ ക്ഷീണമായിരുന്നു. എങ്കിലും യുംന ഇന്ന് ഇന്ത്യ മുഴുവൻ, ഒരുപക്ഷെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നല്ല ഗായികയായി വളർന്നിരിക്കുകയാണ്. യുംനയുടെ മനസ്സിൽ നമ്മുടെ വിദ്യാലയത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? യുംന കള്ളമൊന്നും പറയരുത്, കറക്റ്റ് വരണം. എനിക്കോട്ട് ഒരുപാട് അടിയും കലമ്പൊക്കെ തന്നിട്ട് വിദ്യാഭ്യാസമാണ്. എനിക്കിപ്പോ അങ്ങോട്ട് വരണമെന്നൊന്നുമില്ല ആ സ്കൂളിലേക്ക്. അങ്ങനെയല്ലേ മനസ്സിൽ തോന്നുന്നത്? പിന്നെ എങ്ങനെ തോന്നുന്നേ? ഞാൻ വളരെ ലക്കിയാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സ്കൂളിൽ കിട്ടിയത്. കാരണം സ്കൂളിൽ നിന്ന് വളരെ നല്ലൊരു സപ്പോർട്ടാണ്. എന്നുവെച്ചാൽ എന്ത് ഞാൻ ഈ പാട്ടിനായാലും ഞാൻ പഠിത്തത്തിൽ ഇപ്പോൾ പോയില്ലെങ്കിലും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഫ്യൂച്ചർ നല്ല ആവാൻ ഞാനിപ്പോൾ സ്കൂളിലൊന്നും പോണില്ല, എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്കൂളിൽ പോകുന്നില്ലെങ്കിലും യുംനനെ സ്കൂളിലോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ആ സ്കൂളിൽ യുംനനെ വിടുന്ന പ്രശ്നം അവരില്ല അല്ലേ? അവർ വിടില്ല. അങ്ങനെ നമ്മൾ ആ സ്കൂൾ വിടില്ല. നമ്മുടെ സ്കൂളാണത്. യുംനയുടെ എന്റെ പോസ്റ്ററൊക്കെ വെച്ചിരിക്കുകയാണല്ലോ, കണ്ടാ? നാട്ടിൽ മുഴുവൻ പോസ്റ്റർ വെച്ചിട്ടുണ്ടാ? അവിടെ വെച്ചിട്ടുണ്ട്, സ്കൂളിൽ വെച്ചിട്ടുണ്ട്. കുറെ ഫോട്ടോ SMS അവരൊക്കെ അടിക്കുന്നുണ്ടാ? എല്ലാരും ഫ്രണ്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഇടയ്ക്ക് ടെൻഷനായി പോയിരുന്നല്ലേ? കാരണം SMS കുറച്ച് പിന്നിലാണ് ഞാൻ. പാട്ടില് ഞാൻ സിംഗിങ്ങിന്റെ ബേസിൽ ടോപ്പ് 3യിലാണ് സരഗമപാല്. പക്ഷെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ വന്നോടത്തോളം ഞാൻ എലിമിനേഷനിൽ വന്നിട്ടുണ്ട്. എലിമിനേഷൻ വന്ന് ഡേഞ്ചർ സോണിൽ വന്നു. വരട്ടെ, ഒരാൾ വരട്ടെ. ഹായ് യുംന, ഞാനിപ്പോൾ കുട്ടിപ്പട്ടുമാലിൻ്റെ ഷൂട്ടിലാണുള്ളത്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ യുംനയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഒരുപാട് സ്റ്റേജ് ഷോസ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പെർഫോമറാണ്, നല്ല ഒരു പാട്ടുകാരി കൂടിയാണ്. ഇത്രയും വലിയ ഒരു കോമ്പറ്റീഷൻ, അതായത് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന സമയത്ത് യുംനയ്ക്ക് ഡേഞ്ചർ സോണിലൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന മാനസികാവസ്ഥ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. യുംന തട്ടിപ്പോവോ ബേജാറാവോ? എന്നുവെച്ചാൽ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ. പാട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മാക്സിമം ഞാൻ എൻ്റെ 100% കൊടുക്കും. അതുകൊണ്ട് ഇപ്പോൾ ടോപ്പ് 3 പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നോട്ട് വരുമ്പോൾ, എലിമിനേഷനിൽ വരുമ്പോൾ കുറച്ച് പേടി ഉണ്ടാവലുണ്ട്, ടെൻഷൻ ഉണ്ടാവലുണ്ട്. കാരണം എല്ലാ ടോപ്പ് 8 കണ്ടസ്റ്റൻറ്റും ഒന്നിന് മെച്ചമായിട്ടാണ് പാടുന്നത്. അപ്പോൾ ആരും ഔട്ട് ആവാനുള്ള സ്ഥിതി ഉണ്ട്. ഒരാളും പിടിവിടുന്നില്ല. അപ്പൊ വോട്ട് വളരെ കുറവായതുകൊണ്ടും കുറച്ച് ടെൻഷന് ഭയങ്കര. ഇപ്പൊ ഈ അവസരം ഉപയോഗിച്ചിട്ട് യുംന പയ്യൻ പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്. വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് SMS വഴി ചെയ്യുകയാണെങ്കിൽ SRGMP സ്പേസ് YUN സെൻഡ് 57575 ഇല്ല അയച്ചാൽ മതി. പക്ഷെ ഗൂഗിളിൽ വോട്ട് ചെയ്യണമെങ്കിൽ എന്ന് വെച്ചാൽ വിദേശത്തിലുള്ള അങ്ങനെ കുറേ പേർക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ഗൂഗിളിൽ ലിൽ ചാംസ് വോട്ട് എന്ന് സെർച്ച് ചെയ്താൽ മതി. എന്നിട്ട് അതിൽ ടോപ്പ് 8 കണ്ടസ്റ്റൻ്റെ ഫോട്ടോ ഉണ്ടാവും. അതിലിൻ്റെ ഫോട്ടോ കണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ്. മീനാക്ഷി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടാ, അല്ലെങ്കിൽ SMS കൊടുത്തേക്കണം കേട്ടാ. വരട്ടെ. ഹായ് യുംന, സുഖമാണോ? എന്തായാലും ആദ്യം തന്നെ ഒരു വലിയൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. ഇത്രയും ഒരു ഇന്ത്യയിൽ തന്നെ വലിയൊരു റിയാലിറ്റി ഷോയുടെ ഭാഗമായി നമുക്ക് ഏവർക്കും അഭിമാനം തരുന്ന രീതിയിൽ യുംന ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ യുംനയെ ഞാൻ ആദ്യം കാണുന്നത് പട്രുമാലിൻ്റെ കൈരളി TVയിലെ പട്രുമാലിലെ മെഗാ ഫിനാലെ നടക്കുന്ന ഷോയിലാണ്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇത്രയും വലിയൊരു പെർഫോമറാണ് ഞാൻ അന്ന് അവിടെ കണ്ടത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ
പോലെ ഇപ്പം പട്രുമാലിലൊക്കെ വന്നിട്ടുള്ള ഒരാളാണ് യുമ്ന. അപ്പോൾ അവിടെ മത്സരിച്ചിട്ട് ഇപ്പോൾ ഈയിടെ നാദർ ഷെയ്ഖയും ഫേസ്ബുക്കിലൂടെയൊക്കെ പോസ്റ്റ് ചെയ്തത് വൈറലായിരുന്നു. ഇതുപോലെ ഡേഞ്ചർ സോണിലായ കാര്യമൊക്കെ ഞാൻ ആ പോസ്റ്റിലൂടെയാണ് അറിഞ്ഞത്. എന്താണ് അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള ആ ഒരു ബാഡ് എക്സ്പീരിയൻസ്? അങ്ങനെ എന്തെങ്കിലും നമ്മൾ അവഗണനകൾ എന്തെങ്കിലും യുമ്ന നേരിടുന്നുണ്ടോ? യുമ്ന അവിടെ എങ്ങനെയാണ് മറ്റേ ഈ പറഞ്ഞ ഹിന്ദി സ്റ്റുഡിയോകളിലൊക്കെ എങ്ങനെയാണ് ഈ ആൾക്കാർ തമ്മിൽ തീക്ഷ്ണമായിട്ടുള്ള മത്സരം നടക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ഈ പറഞ്ഞ പോലെ കുറുമ്പും കുസൃതിയും അതിനോടൊപ്പം തന്നെ അല്പം കുശുമ്പും ഒക്കെ ഉണ്ടാവൂലേ? അതെന്തായാലും എല്ലാവരും മനസ്സിലുണ്ടാവും. പുറത്താരും കാണിക്കാറില്ല. എല്ലാരും വളരെ ഹായ് ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഉള്ളില് ഇവള് നാവ് പഴക്കട്ടെ അല്ലേ? ഉള്ള കാര്യം പറഞ്ഞ പക്ഷെ ആരും പിടിപിടിക്കുന്നില്ല അല്ലേ? എല്ലാരും കട്ടയ്ക്ക് കെട്ടണം എന്ന് വെച്ചാല് ഭയങ്കര ഇതുവരെ സാരഗമപ്പ ലിൽ ചാൻസിൽ ഇത്ര വെച്ചാൽ സാരഗമപ്പാലിന് ഇത്ര ടൈറ്റ് കോമ്പറ്റീഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാനും എന്റെ മാക്സിമം ശ്രമിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ടെൻഷൻ ഉണ്ടോ? നജീം ചോദിച്ച പോലെ ഒരു ടെൻഷൻ ഉണ്ടല്ലേ? ടെൻഷൻ എന്തായാലും ഉണ്ടാവും. കാരണം എല്ലാരും ഒരു പോയിന്റ് പോലും വിടുന്നില്ല. മറ്റുള്ളവരൊരു പോയിന്റ് വിടട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അല്ല അങ്ങനെ ഒരു ചിന്തയില്ല. എല്ലാരും നന്നായി പാടട്ടെ, ഞാനും അതിന്റെ കൂടെ നന്നായി പാടട്ടെ. നല്ല മനസ്സൊക്കെയാണ്, പക്ഷേ ഉള്ളിലെന്തോ ഒരു ചെറിയതുണ്ട്. പക്ഷെ ഇപ്പോഴെങ്കിലും എന്താണ് ഇമ്നയുടെ മനസ്സിലുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടോ? ഈ പട്ടം കിട്ടുവോ? കപ്പ് കിട്ടുവോ? ലാല് പറഞ്ഞ ഗപ്പുമായിട്ട് വരുവോ? ഞാൻ മാക്സിമം ശ്രമിക്കും ഫൈനലിൽ വരെ എത്താൻ. എന്നിട്ട് കേരളത്തിന്റെ പേര് നല്ലതാക്കാൻ ഞാൻ 100% ശ്രമിക്കും. 100%. ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകളും വരട്ടെ. ഒരാണ് പൊന്നൂസേ. ഞാൻ പൊന്നൂസേ എന്ന് വിളിച്ചത് നിങ്ങൾക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവാം. മീസാൻ എന്ന് പറയുന്ന സിനിമയിൽ മീനാക്ഷിയുടെ ക്യാരക്ടറിൻ്റെ പേരായിരുന്നു പൊന്നൂസ്. പടം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് മീനാക്ഷി പറഞ്ഞു ഈ ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന്. എനിക്ക് പറയേണ്ടത് മോള്, അതായത് പൊന്നൂസ്, ഈ ക്യാരക്ടർ എന്താണ് ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം? അത് JB ജംഗ്ഷനിലൂടെ ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എനിക്കും അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട്. ഈ അങ്കിളുടെ സിനിമയിലുള്ള ഒരു രംഗമാണ്. ആ വേഷം എന്താണെന്ന് പറഞ്ഞ മോളെ? അങ്കിൾ തന്നെയാണ് അതിൽ എൻ്റെ ഉപ്പച്ചയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ പൊന്നൂസേന്ന് വിളിക്കും. അതിൽ അഞ്ജലി ചേച്ചി എൻ്റെ ഉമ്മയായിട്ട് ആക്ട് ചെയ്യുന്നു. ഞങ്ങൾ ഉപ്പച്ചി എന്ന് വിളിക്കും. അപ്പോൾ പറഞ്ഞപ്പോൾ ഉപ്പച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ബറങ്കിള് മൂവി ചെയ്യുമ്പോൾ എന്താ പറയുക, എനിക്ക് അങ്ങനത്തെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാകും. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അമർ അക്ബർ ആന്റണിയിൽ അങ്ങനെ ഒരു മുസ്ലിം ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ എന്താ പറയുക, ഇതുപോലെ ഇപ്പോൾ ഈ മൂവിയിൽ റിലീസ് ആകുമ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ ആ മൂവിയിൽ ഇപ്പോൾ ചെയ്ത പോലെ ക്യാരക്ടർ ഞാൻ ആൽബത്തിലോ സോങ്ങിലോ അങ്ങനെ ഒരിടത്തും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെറൈറ്റി ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നതുകൊണ്ട് ആ ക്യാരക്ടറിനോട് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ സെറ്റിൽ എൻ്റെ കൂടെ എല്ലാവരും എന്താ പറയുക ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിട്ട് സെറ്റ് ഷൂട്ടിങ് അന്നേ തോന്നില്ല. എനിക്ക് എല്ലാ സെറ്റിലും പോയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് അപ്പോൾ ഷൂട്ടിങ് നടക്കുന്നുണ്ടെന്ന് അങ്ങനെ ഒന്നും തോന്നില്ല. ഭയങ്കര രസമായിരിക്കും സെറ്റൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ വെറൈറ്റി ക്യാരക്ടർ ചെയ്യുന്നതുകൊണ്ട് ഈ മൂവി ഭയങ്കര ഇഷ്ടം. എന്തായാലും ഒരുപാട് വെറൈറ്റി ക്യാരക്ടേഴ്സ് മീനാക്ഷിക്ക് ഇനിയും കിട്ടട്ടെ. അതായത് ടൈപ്പ് ക്യാരക്ടേഴ്സ് മാറി പുതിയ അല്ലേ? പുതിയ പരീക്ഷകൾ നടത്തണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? പിന്നെ ഒരു മുത്തശ്ശിയായിട്ട് വേഷം കിട്ടിയപ്പോ ചെയ്യൂ? എന്നാ കോൺഫിഡൻസ്. വരട്ടെ ഒരാള്. ഹലോ യുമ്ന, ഹായ്. CTVയിലെ സരിഗമപ ലിൽ ചാംസ് എന്ന പരിപാടിയിലൂടെ ഇന്ന് വേൾഡിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻ്റായി മാറിയിരിക്കുകയാണ് യുമ്ന ആച്ചിൻ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. യുമ്ന തൻ്റെ സംഗീത ശിഷ്യയാണെന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഇപ്പോൾ ഓരോ പാട്ട് ട്രെയിൻ ചെയ്ത് തരുന്ന സമയത്തൊക്കെ ഓരോ പാട്ടുകളുടെ വരികൾ എങ്ങനെ ഉച്ചരിക്കണം, എങ്ങനെ പാടണം എന്ന് പറയുമ്പോൾ വളരെ അത്ഭുതപൂർവ്വമായിട്ട് അത് പഠിച്ച് കാണിക്കുന്ന ഒരു കൊച്ചുമിടുക്കിയാണ് യുമ്ന. ഇപ്പോൾ CTVയിലൂടെ ഒരുപാട് ഹിന്ദി പാട്ടുകൾ കാണികളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ ആവശ്യപ്പെടുന്നത് യുമ്നയിൽ നിന്നൊരു നല്ല ഒരു മലയാള ഗാനം, മലയാളികളായ എല്ലാവർക്കും വേണ്ടി ഒരു മലയാള ഗാനം ഞാൻ ആവശ്യപ്പെടുകയാണ്. യുമ്നയുടെ അധ്യാപകരാണ്. യുമ്നനെ ആദ്യകാലത്ത് പാട്ട് പഠിപ്പിച്ച് ഈ മാഷാണല്ലേ? അതെ. എനിക്ക് എൻ്റെ
കർണാട്ടിക് പഠിപ്പിച്ചിരുന്ന ഈ സാറാണ്. പിന്നെ ഞാനിപ്പോൾ ഒരു ലൈറ്റ് മ്യൂസിക് റാണി മിസ്സിന് വേണ്ടി പാടിയത്, എൻ്റെ മിസ്സിന് വേണ്ടി. അത് സാറ് പഠിപ്പിച്ചിരുന്ന പാട്ടാണ്. ഈ പാട്ട് പാടിയിട്ട് തന്നെ എനിക്ക് ജില്ലയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഓ വെരി ഗുഡ്. അപ്പം മാഷ് പറഞ്ഞേക്കുന്നത് എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന നല്ലൊരു മലയാളം പാട്ട് ഇവിടെ പാടി കൊടുക്കുന്നതാണ്. മൈക്കെടുക്ക്. ദൈവം തന്നതെല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്ത് പോകുകയിൽ എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ. ദൈവം തന്നതെല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്ത് പോകുകയിൽ എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ. ദൈവം തന്നതെല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. മീനാക്ഷിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് നമുക്ക് വരാൻ പോകുന്നത്. അതിനുശേഷം ആ ആൾ വന്നു കഴിയുമ്പോഴാണ് യുമ്ന ആ വ്യക്തിയോട് മീനാക്ഷിക്ക് നീതി പുലർത്താൻ വേണ്ടിയിട്ടുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുക്കണം. ഒരു അടിപൊളി 2 വരികൾ പാടിയിട്ട് വേണം. മീനാക്ഷിക്ക് വേണ്ടപ്പെട്ട ആളാണ് വരുന്നത്. അത് ആരാന്ന് നോക്കാം. ഹായ് മീനാക്ഷി. മീനാക്ഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഞങ്ങളുടെ ഒട്ടനവധി സെലിബ്രിറ്റി ഇവിടെ താണ്ഡവിൽ ഡാൻസിന് വന്നിട്ടുണ്ട്. പക്ഷേ മീനാക്ഷി വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കൊച്ചനുജത്തെ പോലെയാണ് ഇവിടെ ഞങ്ങളോട് പെരുമാറുന്നതും ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കുന്നതും പഠിക്കുന്നതും എല്ലാം. കൊച്ചനിയത്തിയെ പോലെ തന്നെ ഞങ്ങളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെടുന്നത്. സിനിമയിൽ സജീവമായ ശേഷമാണ് മീനാക്ഷിക്ക് ഇങ്ങനെ ഡാൻസ് പഠിക്കണമെന്നുള്ള ഒരു മോഹവുമായി താണ്ഡവിൽ വന്നത്. അത് ഒട്ടനവധി ഡാൻസൊക്കെ പഠിച്ച് ഒട്ടനവധി ഷോയൊക്കെ ചെയ്യാം എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ടാണോ അതോ ഡാൻസിനോടുള്ള താല്പര്യം കൊണ്ടിട്ടാണോ ഡാൻസ് പഠിക്കാൻ ഇവിടെ വന്നത്? മീനാക്ഷിനെ ഡാൻസ് പഠിപ്പിച്ച ആളാണ്. ഡാൻസിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ വന്നത്. ഡാൻസ് എന്താ പറയാ, പണ്ടോട്ട് ഭയങ്കര ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് ആണ്, അടിപൊളി ഡാൻസ് ആണ്, എന്താണ് മീനാക്ഷിക്ക് ഇഷ്ടം? എല്ലാം ചെയ്യും അല്ലേ? എല്ലാം ചെയ്യും. ക്ലാസിക്കൽ ഡാൻസ് അത്ര ഇതില്ല. ക്ലാസിക്കൽ ഡാൻസ് ചെറുതിലെ പഠിച്ചിട്ടുണ്ട്, ഇപ്പില്ല. പിന്നെ സിനിമാറ്റിക് ഇപ്പോഴും താണ്ഡവില് പഠിക്കുന്നുണ്ട്. അതാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ മാഷിനോട് പറഞ്ഞു മീനാക്ഷിയുടെ 2 സ്റ്റെപ്പുകൾ നമ്മൾ കാണണമെന്ന്. ഒരു 2 വരി യമുന പാടി കൊടുക്കുന്നു. മീനാക്ഷി ഇവിടുന്ന് ഇപ്പൊ ഒരു നോക്കട്ടെ. മീനാക്ഷിക്ക് നാണമാണ്, അതുകൊണ്ട് ഇടയ്ക്ക് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. അത് യമുനെ കൊണ്ട് ഡാൻസ് കളിക്കുക. യമുന ആരാന്നറിയാം, മമ്മൂട്ടിയെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ച ആളാ. അത് ചെറിയ കാര്യമല്ലല്ലോ. मजा है कुछ नया नया है, ये देखो आज क्या हुआ है, ये झूमता ही जा रहा है. झूम 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 मामा, झूम 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 मामा, झूम 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 मामा. ये रात में ही जो मजा है कुछ नया नया है. देखो आज क्या हुआ है, ये झूमता ही जा रहा है. झूम 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 मामा, झूम 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 मामा, झूम 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 मामा. മീനാക്ഷിക്ക് വലിയ സ്റ്റേജ് ഉണ്ടെങ്കിലേ കളിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ മോഹൻലാല്, പൃഥ്വിരാജ് പോലുള്ള നടന്മാരൊക്കെ കൂടെ വേണം. കേട്ടോ കേട്ടോ യമുന, നമ്മളെ പോലുള്ള പാവങ്ങളൊന്നും പോരാ.
എന്താ പറയാ പെട്ടെന്ന് സ്റ്റെപ്പ് ഒന്നും അങ്ങനെ വന്നില്ല. അതിനുള്ള ആംബിയൻസ് കിട്ടണം, അതാണ്. അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മീനാക്ഷി കളിക്കാൻ പറ്റുള്ളൂ. പിന്നെ കളി തുടങ്ങി കഴിഞ്ഞാൽ നിർത്തൂല, അതാ പ്രശ്നം. സത്യം. ജുമി, നീ ഉപ്പച്ചിനെ മറന്നുപോയ മോളെ? 6 മാസമായില്ല മോളെ നീ പോയിട്ട്. ഉപ്പച്ചി നിനക്ക് ഡിസ്റ്റർബ് ആകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഉപ്പച്ചി നിനക്ക് ടെലിഫോണും കൂടി വിളിക്കാത്തത്. ഉപ്പച്ചിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്കുണ്ടാവും. ഓക്കെ? കരഞ്ഞ ഒരു കണ്ണിലൊക്കെ തുടക്കുന്നുണ്ട്. ആരാന്ന് പറഞ്ഞു കൊടുക്ക ആൾക്കാർക്ക്? ഇതെന്റെ വെല്ലിപ്പയാണ്, എന്റെ മേടപ്പയാണ്. ഞാൻ 6 മാസമായി വീട്ടിൽ പോയിട്ട്. 6 മാസമായി കൊച്ചു പോയതാ, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഉപ്പച്ചീനെ. ഞാൻ ഉപ്പച്ചീന്നാ വിളിക്കല്. എന്റെ നിക് നെയിമാണ് ജുമീന്ന്. അപ്പൊ ജുമി. വെരി ഗുഡ്. അപ്പൊ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ചെറിയ അനിയത്തി ഉണ്ട്, അവളെ മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ താത്തയുണ്ട്. എല്ലാവരും ഉമ്മയ്ക്കിപ്പോൾ പനിയാണ്, ഇപ്പം സുഖമില്ല. അതുകൊണ്ടാണ് എന്നെ ഇവിടെ കാണാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പനി പെട്ടെന്ന് പിടിച്ചുകൊണ്ട് എന്തായാലും വലിയ കപ്പുമായിട്ട് പോയിട്ട് ഉപ്പച്ചിനെ കാണണം അല്ലേ? ആ കപ്പ് ഉപ്പച്ചിന്റെ അടുത്ത് കൊടുക്കണം. ഇത്രയും കാലം മിസ് ചെയ്ത ഒരു പ്രാശ്ചിത്വമായിട്ട് വരട്ടെ ഒരാൾ കൂടി. ഹായ് മീനാക്ഷി കുട്ടി, ഹായ് യുമ്നക്കുട്ടി. ഭാവിയിലെ മികച്ച ഗായികയും നായികയും നമ്മുടെ മുമ്പിലിരിപ്പുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ മീനാക്ഷിക്കുട്ടി അഭിനയിച്ച് തകർക്കുന്നു, നോർത്ത് ഇന്ത്യയിൽ CTVയിൽ പോയിട്ട് നമ്മുടെ യുമ്നക്കുട്ടി പാടി തകർക്കുന്നു. ഭാവിയിൽ യുമ്നക്കുട്ടി പാടുന്ന ഹിന്ദി പാട്ടുകൾക്ക് മീനാക്ഷിക്കുട്ടി ബോളിവുഡ് അഭിനയിക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി അഹങ്കാരത്തോടു കൂടി ഒരു കാര്യം പറയണം. ഇതൊക്കെ ഞങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ട് മാഷെ, നേരിട്ട് കുഞ്ഞു പ്രായത്തിൽ. അതിനു വേണ്ടി മാത്രം ഇവിടെ യുമ്നക്കുട്ടി പാടുന്ന ഒരു ഹിന്ദി പാട്ടിന് മീനാക്ഷിക്കുട്ടി അഭിനയിക്കുന്നു. അപ്പോൾ റെഡി, സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. മീനാക്ഷി ഇതാ യുമ്നയ്ക്ക് വേണ്ടിയിട്ട് യുമ്ന പാടുന്നതിന് വേണ്ടി അഭിനയിക്കണമെന്നാണ് നാദിർ ഷാ പറഞ്ഞത്. സംവിധായകനാണ്. എപ്പോഴും ഇങ്ങനത്തെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറ്. രണ്ടുപേര് പാടുമ്പോ എങ്ങനെയാണ് അഭിനയിക്കുന്നത് നോക്കണം. तकदीर सी बिगड़ी हुई तकदीर बना ली, तकदीर बना ली, अपने पे भरोसा ही हुई, दाव लगा ली, दाव लगा ली। तकदीर सी बिगड़ी हुई तकदीर बना ली, तकदीर बना ली, अपने पे भरोसा है हुई, दाव लगा ली, दाव लगा ली। डरता है जमाने के निगाहों से भला क्यों, डरता है जमाने के निगाहों से भला क्यों, निगाहों से भला क्यों। इंसाफ तेरे साथ इल्जाम उठा ले, अपने पे भरोसा है तू, दाव लगा ले, दाव लगा ले। മീനാക്ഷിയെ മാത്രമല്ല ഈ യുമ്ന ഒരുപാട് പേരെ ഡാൻസ് കളിപ്പിച്ചിട്ടുണ്ട് കേട്ടാ. യുമ്ന ഇക്കാര്യത്തിൽ വലിയ മെടുക്കിയ. സൽമാൻ ഖാനെ ഡാൻസ് കളിപ്പിച്ചില്ലേ? ആ ശ്രീദേവി ആന്റിയെ ഡാൻസ് കളിപ്പിച്ച? ശ്രീദേവി മാമിനെ എല്ലാ അമ്മമാരും കൂട്ടിയിട്ട് ശ്രീദേവി മാമിന്റെ കൂടെ ഡാൻസ് കളിച്ചു. അതാണ് വേറൊരാളെ. സാധാരണ ഇതിൽ അങ്ങനെ വഴങ്ങുന്ന ഒരാളല്ല മൂപ്പരെ കൊണ്ട് ഞാൻ കാണിച്ചത്. 2 വലിയ മഹാപ്രതിഭകളോടൊപ്പമാണ്. മമ്മൂക്കയുടെ അടുത്ത് മാത്രം കിട്ടിയ പോലെ ദാസേട്ടനും കൂടി വന്നാല് അവാർഡ് വാങ്ങുമെന്നുള്ള. ഇവിടെ ഈ ഫോട്ടോ ഒക്കെ വീട്ടിലുണ്ടാ? വീട്ടിലുണ്ട്. ഉപ്പയുടെ ഫോണിലുണ്ട്. ഉപ്പയുടെ അടുത്തുണ്ടാ? ഉപ്പയുടെ ഫോണിലുണ്ട്. ഫോണിലും ഉണ്ട്. അതൊക്കെ പ്രിന്റ് എടുത്തിട്ട് വെച്ചിട്ട് വീട്ടിലിങ്ങനെ നന്നായിട്ട് ആൾക്കാരെ കാണിക്കണം. ഒരു സൂപ്പർ സ്റ്റാറിനെയും അതുപോലെ വലിയൊരു ഗായകനെയും ഗാനഗന്ധർവനെയും കൂടിയിട്ട്. എന്തായാലും ഒരുപാട് ആൾക്കാർ വന്ന് നിങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ആശംസ തന്നിരിക്കുകയാണ്. യുമ്ന ഇന്ത്യയിലെ മികച്ച ഗായികയാകുന്നു. മീനാക്ഷി ഇന്ത്യയിലെ മികച്ച നടിയായി മാറുന്നു. നാദിർഷ പറഞ്ഞത് നാദിർഷയുടെ നാവ് പൊന്നാകട്ടെ എന്ന് വേണമെങ്കിൽ
നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ ഒരുപാട് ആൾക്കാരുടെ അനുഗ്രഹവും സ്നേഹവും ഭാവുകങ്ങളും ആശംസകളും ഒക്കെ ഉണ്ട്. മീനാക്ഷി ഇവിടെ നിൽക്കേണ്ടവളല്ല മീനാക്ഷി. അതുപോലെ യുമ്ന ഒരുപക്ഷെ ബോളിവുഡിൽ നിന്ന് വേണമെങ്കിൽ ഹോളിവുഡിലേക്ക് എത്തിയേക്കാം. നമ്മളിത് മറന്നേക്കരുത് കേട്ടോ യുമ്ന. നിങ്ങളുടെ ഈ കുസൃത്തരങ്ങൾ കണ്ടിട്ട് ആരോ കുറച്ച് ചോദ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കട്ടെ എന്താണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ചോദിക്കാൻ പറഞ്ഞാണ്. ആലോചിക്കാതെ പെട്ടെന്ന് പറയണം. ആലോചിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കള്ളം പറയും. അപ്പൊ കള്ളം പറയാതിരിക്കാൻ വേണ്ടിയാണ് ആലോചിക്കുന്നത്. യുമ്ന എന്ന് പേര് മാറ്റാൻ ചാൻസ് കിട്ടിയാൽ ഏത് പേര് തിരഞ്ഞെടുക്കും? ഫാത്തിമ. ഈ ഫാത്തിമയിൽ ആരോ കൈവശം കൊടുക്കും. വീട്ടിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടുന്ന യുമ്നയ്ക്ക്, ചേച്ചിക്ക്, അനിയത്തിക്ക്? ചേച്ചിക്ക്. 3 പാട്ട് പാടാൻ വേണ്ടി ഉപേക്ഷിക്കേണ്ടി വന്നത്? ഐസ്ക്രീം, കൂട്ടുകാരുമായിട്ടുള്ള കളി, ബഹളം വെക്കൽ. ഏതാണ്? ബഹളം വെക്കൽ, ഐസ്ക്രീം. കളിയും പോയി? കളി പോയിട്ടില്ല. കളിയുണ്ട്. യുമ്നയുടെ പാട്ട് പാടി ആര് അഭിനയിക്കണമെന്നാണ് സ്വപ്നം? യുമ്ന പാട്ട് പാടുമ്പോൾ ആര് അഭിനയിക്കണമെന്നാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട? ആരായിരിക്കണം പാടി അഭിനയിക്കേണ്ടത്? സൽമാൻ ഖാൻ. ചെറിയ ആഗ്രഹം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ആരാണ്? ഗായകൻ പാട്ടുകാരൻ? ദാസങ്കൽ. ഗായിക? ശ്രേയ ഘോഷൽ. കരഞ്ഞു പോയ ഒരു ക്രിറ്റിസിസം ഏതാണ്? വിമർശനം. ഒരിക്കലും ഈ കുട്ടി കരയാൻ സാധ്യതയില്ല, ചിരിക്കൂ. പക്ഷെ മനസ്സ് വിഷമിച്ചപ്പോഴാണ്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് മനസ്സ് വിഷമിപ്പിച്ചോ? ചിലപ്പോ ഞാൻ വിചാരിച്ച കാര്യം സാധിക്കാറില്ല, വിചാരിച്ച പോലെ പാടാൻ പറ്റാറില്ല. സ്റ്റേജിന്റെ പിൻസീറ്റിൽ പിൻഭാഗത്തേക്ക് പോയിട്ട് കരയാറുണ്ടോ? ചിലപ്പോ കരയാറുണ്ട്. അപ്പൊ എന്താണ്, ഉപ്പ ആശ്വസിപ്പിക്കൂ? ആശ്വസിപ്പിക്കും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടി കരയാറുണ്ട് കേട്ടോ. നമ്മളെല്ലാം വിചാരിച്ച് മീനാക്ഷി ഇവള് കരയാറില്ല കേട്ടോ. കുശുമ്പ് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് അവരെ പോലെ ആകാൻ പറ്റിയിട്ടില്ല എന്ന് എപ്പോഴും വിഷമിക്കുന്ന ആരാണ്? ഒരേ സമയം സിനിമയിൽ അഭിനയിക്കാനും പാടാൻ അവസരം കിട്ടിയാൽ ഏത് തിരഞ്ഞെടുക്കും? പാട്ടാണോ അഭിനയമാണോ? പാട്ട്. ബോംബെയിലായപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് എന്താണ്? കേരളത്തെ മീൻകറി, സ്കൂൾ ഫ്രണ്ട്സിനെയാണോ ഏറ്റവും മിസ് ചെയ്ത്? എന്താണ് കേരളത്തിലെ മീൻകറിയാണ് ഏറ്റവും അതിന്റെ കൂടെ ഉമ്മയും ഫാമിലിനെ മിസ് ചെയ്യുന്നത്, ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നു. ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം ഏതാണ്? ഹോംവർക്ക്, ടെസ്റ്റ് പേപ്പർ, ട്യൂഷൻ? ടെസ്റ്റ് പേപ്പർ ഒട്ടും ഇഷ്ടമല്ല. ഏറ്റവും അവസാനം സംഭവിച്ചൊരു അബദ്ധം എന്താണ്? അബദ്ധം ഒരിക്കലും പറ്റാത്തൊരു കുട്ടിയാണ്. എനിക്ക് എപ്പോഴും അബദ്ധങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുന്നോണ്ട് അതാണ് മാലപ്പടക്കം പോലെയാണ് അബദ്ധം പറ്റുന്നത്. ഈ അടുത്ത കാലത്ത് സംഭവിച്ച, ഈ ഏറ്റവും അടുത്ത് സംഭവിച്ച ഒരു അബദ്ധം സംഭവിക്കുന്നില്ല. ഏറ്റവും അവസാനം പറഞ്ഞ നുണയതാണ്? ഒരുപാട് നുണകൾ പറയുന്നുണ്ട്, ഏതാണെന്ന് അറിയില്ല. അങ്ങനെയല്ല. ഏറ്റവും അവസാനം അമ്മയോടും അച്ഛനോടും പറഞ്ഞ നുണയതാണ്? അങ്ങനെ പറഞ്ഞ ഈ പ്രോഗ്രാം കാണുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് അത് വെടിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നില്ല. ഓക്കെ. മീനാക്ഷി കാണുന്ന ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, രാജാങ്കളുടെ കൂടെ നായികയായിട്ട്, പിന്നെ എന്താ മമ്മൂക്കയുടെയും ദുൽഖറേട്ടന്റെയും ദിലീപേട്ടന്റെ എല്ലാവരുടെയും കൂടെ ആക്ട് ചെയ്യണം. ഒറ്റയാളെ വിട്ടിട്ടില്ല. ഒരാളെ വിടാതെ. സൽമാൻ ഖാനെ വേണ്ടേ? വേണം. മൂപ്പരെടുത്ത് പോയി എന്ത് ചെയ്യാൻ പറ്റുമോ അത് അല്ലേ? സൽമാൻ ഖാനെ വിട്ടിട്ടുള്ള കളി മതി. മീനാക്ഷിയോട് പറഞ്ഞാലേ. അമ്മയ്ക്ക് വേണ്ടി സമ്മാനം വാങ്ങിയാൽ എന്തായിരിക്കും ഒരു സമ്മാനം വാങ്ങുക? നെക്ലേസ് വാങ്ങിക്കും. മീനാക്ഷിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം ഡയലോഗ് ഏതാണ്? മറ്റ് ആർട്ടിസ്റ്റുകൾ എപ്പോഴും മനസ്സിൽ കാണുമ്പോൾ ചിരിക്കുകയും ഓർക്കുകയൊക്കെ ചെയ്ത ഡയലോഗ്? ലാലേട്ടൻ 6-ാം തമ്പുരാനില് പറയുന്നില്ലേ, മോളു ഈ കിക്ക് കിക്കെന്ന് കേട്ടിട്ടുണ്ടോ? ഡയലോഗ് ഞാൻ ഓർക്കണില്ല. ആ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തൊക്കെയോ പോലെ. ആരുടെ കൂടെ അഭിനയിച്ചപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്? അങ്ങനെ ഇപ്പൊ എല്ലാവരുടെയും കൂടെ ആക്ട് ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എല്ലാവരുടെയും കൂടെ. ആരെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് ഇഷ്ടപ്പെടാതെ പോകുമോ എന്നുള്ള അല്ലേ? പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയാൽ ആദ്യം എന്ത് ചെയ്യും മീനാക്ഷി? ഞാനോ? ഞാൻ
ഞാൻ എന്ത് ചെയ്യുന്നു? ആ സ്ഥലമായിട്ടൊക്കെ പരിചയപ്പെടും. അതെ, അല്ല ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? യുംന അങ്ങനെ വന്ന് പെട്ടുപോയാലോ? കുറച്ച് ടെൻഷനാവും. ഞാൻ എവിടെന്നെങ്കിലും ഫോൺ തപ്പിയെടുക്കും. ഫോൺ തപ്പിയെടുത്തിട്ട് ഫോൺ നമ്പർ അറിയോ? ഉപ്പേന്റെ ഫോൺ നമ്പർ അറിയാ? ഉപ്പയുടെ അറിയില്ല, ഉമ്മയുടെ അറിയാം. ഉപ്പേന്റെ ഉമ്മയുടെ അറിയാം? ഉപ്പയുടെ അറിയില്ല, ഉമ്മയുടെ അറിയാം. ഉപ്പയുടെ ഫോൺ നമ്പർ അറിയില്ല നീ കുട്ടി? എന്ന് വെച്ചാല് ഉപ്പേന്റെ ഫോൺ നമ്പർ ആദ്യം ഒരു ഫോൺ നമ്പർ ആയിരുന്നു, അത് ചേഞ്ച് ആക്കി പിന്നെ നമ്പർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ നമ്പർ ഉപ്പയുടെ ഈ നമ്പറൊക്കെ മൂക്ക് പിടിയിട്ടിരിക്കുന്നു. കറക്റ്റ്. ഒരു കുസൃതി ചോദ്യം ചോദിക്കും നിങ്ങളോട്. നിങ്ങളുടെ ഒരു കൂട്ടുകാരിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തതിനാണ് 1 ton of feathers, a ton of steel, a ton of iron. ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തതിനാണ് 1 ton of feathers, a ton of steel, a ton of iron. A ton of iron. Iron. സ്റ്റീൽ ആണോ അയൺ ആണോ ഫെദേഴ്സിലാണോ? ഒരു ടൺ, a ton of feathers, a ton of steel, a ton of iron. വെയിറ്റ് കൂടുതൽ അയൺ ആണ്. 1 ton ആണ് എല്ലാം. പിന്നെ എല്ലാത്തിലും ഒന്നല്ലേ? നിങ്ങളുടെ ഒരു കുസൃതി നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞാണ്, അപ്പൊ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ്. എന്തായാലും മീനാക്ഷി, യമുന, നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കണം. ഇനി നിങ്ങൾ കുറച്ചും കൂടി മുതിർന്ന് വലിയ വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുമ്പോൾ നിങ്ങളെ വീണ്ടും പിടിച്ചുകൊണ്ട് ഈ സോഫയിൽ ഇരുത്തും. മീനാക്ഷി, യമുന, നമ്മൾ 1-2 മണിക്കൂറായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സംസാരിച്ച് പോകാം, പക്ഷേ നമുക്ക് എവിടെയെങ്കിലും നിർത്തണ്ടേ? അപ്പം തൽക്കാലം നിർത്താം. പക്ഷെ നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ ഒരു പെർഫോമൻസ്. യമുന പാടുന്നു, ആ പാട്ടിന് മീനാക്ഷി ചുവട് വെക്കുന്നു. അങ്ങനെ ആ ഒരു വലിയ കസർത്ത് പരിപാടിയോട് കൂടിയിട്ട് നമുക്ക് JB ജംഗ്ഷൻ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് വിജയങ്ങൾ ഭാവിയിൽ ഉണ്ടാകട്ടെ. ആ വിജയമൊക്കെ ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങളുണ്ടാവും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേദി അങ്ങ് വിട്ടുതരികയാണ് കേട്ടാ. തകർത്താടിക്കോണം. ഓക്കെ, ടാറ്റാ, ബൈ. देखो मुझको दिल वालों खाया है धोखा मैंने प्यार का। बातों पे इनकी न जाना, बातों में इनकी न आना, अरे बातों पे इनकी न जाना, बातों में इनकी न आना। इनकी मीठी बातें ये मधुवाली आके जहर है प्यार का। तुम क्या जानो मोहब्बत क्या है, जिंदगी महफिल सनम ये महफिल नहीं दिल है। तुम क्या जानो मोहब्बत क्या है, जिंदगी महफिल सनम ये महफिल नहीं
अमीरी है सितारा, गरीबी एक आंसू। ये आंसू है मोहब्बत, मोहब्बत जिंदगी है, बस इतना जान ले तू। क्या जानो मोहब्बत क्या है, दिल की महफिल सनम ये महफिल नहीं है। क्या